അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ റമളാനുമായി ബന്ധപ്പെട്ട ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വലഅല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ ശുക്റുള്ളവരായി തീരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു അടിമ ഷക്കൂർ ആവണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഷക്കൂറായ അടിമയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ വ ഖലീലും മിൻ ഇബാദിയ ഷക്കൂർ, ഷക്കൂർ ആയിട്ടുള്ളൂ എന്നു വിശുദ്ധ ഖുർആന് പറയുന്നുണ്ട്. എന്താണ് ഷക്കൂർ? ഭാഷയിൽ ഷക്കൂർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ആടിനെയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെയോ ഒക്കെ കുറിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ കുറച്ച് മാത്രം തീറ്റ കഴിച്ച് വളരെ കൂടുതൽ പാല് കൊടുക്കുന്ന ഒട്ടകം അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഷക്കൂർ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് ധാരാളമായി അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അടിമയാണ് യഥാർത്ഥത്തിൽ ഷക്കൂർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. റസൂലിന്റെ കാലിൽ നീര് വരുന്ന വിധത്തിൽ റസൂൽ നമസ്കരിച്ചിരുന്നു. ഇത് കണ്ട് ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത്? റസൂല് പറഞ്ഞ മറുപടി, ഞാൻ ഒരു അബ്ദുൻ ഷക്കൂർ, ഒരു ഷക്കൂറായ അടിമയായി തീരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് റസൂല് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഷക്കൂർ എന്ന് പറയുന്നത്. കുറഞ്ഞ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് കൂടുതൽ നന്മകൾ ചെയ്യുക, കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യുക. അത് തന്നെയായിരുന്നു റമളാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.